ഇത് ശാസ്തമംഗലത്തെ ആൽത്തറ ജംഗ്ഷൻ. പേര് പോലെ തന്നെ 4 റോഡുകൾ ചേരുന്ന ഇടത്താണ് ഈ പേരാലിൻ്റെ സ്ഥാനം. വലിയ തിരക്കുള്ള പാതയുടെ ഒത്ത നടുക്കുള്ള ഈ ആലിൻ്റെ വലിയ ചിലകളിൽ 2 എണ്ണം ഇക്കഴിഞ്ഞ രാത്രി ഒടിഞ്ഞു തൂങ്ങി. എപ്പോൾ വേണമെങ്കിലും താഴെ പതിക്കാവുന്ന അവസ്ഥ. ജനങ്ങളുടെ പരാതിയിന്മേൽ വാർഡ് കൗൺസിലർ സ്ഥലത്തെത്തി. നമ്മളെ PWക്കാർ, അതുപോലെ റോഡ് ഫണ്ട് ബോർഡുകാർ, നഗരസഭാ അധികൃതർ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇത് മുറിക്കാനായിട്ട് ആവശ്യപ്പെട്ട ഇവർക്കാർക്ക് ഒരു സംവിധാനമില്ല. പ്രൈവറ്റ് ഏജൻസി പൈസ കൊടുക്കാനായിട്ടുള്ള അവരൊരു പ്രത്യേക ഫണ്ടൊന്നും ഇല്ലെന്നാണ് അവർ പറയുകയുണ്ടായത്. അപ്പോൾ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പം വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു നാട്ടുകാരിൽ നിന്നും ഇത് തോർത്ത് വിരിച്ച് ഇവിടെ ഇരുന്ന് സംഭാവന പണം സ്വരൂപിച്ചുകൊണ്ട് ഇത് മരം മുറിക്കാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നോടൊപ്പം നാട്ടുകാർ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ആൽത്തറയിൽ തന്നെ തോർത്ത് വിരിച്ച് പണപ്പിരിവായി. റോഡ് 4 വശത്തു നിന്നും ബ്ലോക്കായി. പക്ഷേ പ്രശ്നം അവിടെ അവസാനിച്ചില്ല. പണപ്പിരിവ് നടത്തുന്നതിനെതിരെ ഇടതു പ്രവർത്തകർ ആഞ്ഞടിച്ചു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJPയുടെ മുതലെടുപ്പ് അംഗീകരിക്കാനാകില്ല എന്ന് സ്ഥലം MLA. ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട് വന്ന് ഇതിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റാനുള്ള സൗകര്യം ഒരുക്കും. അതിനിവിടെ സംവിധാനമുണ്ട്, ക്രമീകരണമുണ്ട്. അത് ഗവൺമെന്റ് ചെയ്യും. അതിന് ഇവരിപ്പോൾ പിരിവെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ്, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. ഒടുക്കം മരച്ചില്ല മുറിച്ചു മാറ്റാൻ റോഡ് ഫണ്ട് ബോർഡിനെ ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ പിൻവാങ്ങി. റോഡ് ഫണ്ടുകാർ വന്ന് നേരത്തെ മുറിക്കാമെന്ന് ഏറ്റവുമുണ്ട്. ഈ തുക വഞ്ചി പൂർ ഫണ്ടിൽ അല്ലെങ്കിൽ ശ്രീ ചിത്ര ഹോമിൽ ഈ തുക അവർക്ക് സംഭാവനയായിട്ട് കൊടുത്ത് രസീത് കൈപ്പറ്റി സൂക്ഷിക്കുക. പിരിച്ചെടുത്ത പണം ശ്രീചിത്ര പൂർ ഹോമിന് കൈമാറാനാണ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.